അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള സുരക്ഷാ പരിശോധനകൾ അവസാന ഘട്ടത്തിൽ. രാത്രിയോടെ അതിഥികൾ എത്തുന്ന സാഹചര്യത്തിലാണ് മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടുനിന്ന പൂജകൾ ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ നൽകാൻ അയോധ്യയിൽ നിന്ന് വിഷ്ണു പ്രസാദ് തത്സമയം ചേരുന്നുണ്ട്. വിഷ്ണു, നാളെയാണ് പ്രതിഷ്ഠ നടക്കാനിരിക്കുന്നത്. നമുക്കറിയാം 55 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കാനിരിക്കുകയാണ്. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? അയോധ്യ നഗരം ഇപ്പോൾ പൂർണ്ണമായും കനത്ത കാവലിൽ തന്നെയാണ്. ഇന്ന് ഉച്ച മുതൽ തന്നെ മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി മുതൽ പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രമുഖരെല്ലാം തന്നെ നാളെ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. 4000 VIP-കളെയാണ് അയോധ്യ നാളെ പ്രതീക്ഷിക്കുന്നത്. അതിനായി തന്നെ ക്ഷേത്രനഗരിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെയും സേവനം അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നത് ഒരു ഹെലിപാഡാണ്, സജ്ജമാക്കിയിട്ടുള്ള ഹെലിപാഡാണ്. ഇവിടെയാണ് നാളെ പ്രധാനമന്ത്രി രാവിലെ 10:30 എത്തിച്ചേരുക. അദ്ദേഹത്തിന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു താൽക്കാലിക ഹെലിപാഡ് സരയൂ തീരത്ത് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇറങ്ങുന്ന രാവിലെ 10:45 അദ്ദേഹം ഇറങ്ങുക. ഇവിടെ നിന്ന് അദ്ദേഹം കാൽനടയായി നാളെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെയാണ് 12 മണി മുതൽ 1 മണി വരെ, അതായത് 12:15 അയോധ്യ രാമക്ഷേത്രത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്ന് 1 മണി വരെയുള്ള ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിൽ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ പ്രധാനമന്ത്രി ഇവിടെ നിന്നും കാൽനടയായാണ് ക്ഷേത്രം വരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയുടെ എല്ലാം അലങ്കാര പണികളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡുകൾക്ക് ഇരുവശവും വേദികൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കലാരൂപങ്ങളുടെ പ്രദർശനവും എല്ലാം തന്നെ ഉണ്ടാകും. രാമകഥ പറയുന്ന വേദികളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ റോഡുകളിൽ ഉൾപ്പെടെ നമുക്ക് ശക്തമായി തന്നെ കാണാൻ കഴിയും. ക്ഷേത്ര നഗരിയിലേക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് കടത്തിവിടുന്നത്. മാത്രവുമല്ല, യാത്രക്കാരെയും വാഹനങ്ങൾക്കുള്ളിലുള്ള ലഗേജുകളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അയോധ്യ നാളെ നടക്കാൻ പോകുന്ന ചടങ്ങുകൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ എത്തുന്നതിൽ 55 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുണ്ട്. അതുകൂടാതെ കലാ, കായിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. വിഷ്ണു, മറ്റൊരു കാര്യം, വിഷ്ണു കുറച്ച് നാളായി ഇപ്പോൾ അയോധ്യയിലുണ്ട്. നമുക്കറിയാം, വലിയ വിവാദമാക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് എല്ലാവിധത്തിലും ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാകാതെ പ്രതിഷ്ഠ നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണമൊക്കെ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ? രാപ്പകൽ വ്യത്യാസമില്ലാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോഴും നിർമ്മാണം പൂർത്തിയായി എന്ന് സംഘാടകരും അതോടൊപ്പം തന്നെ രാമക്ഷേത്ര ട്രസ്റ്റും പറയുന്നത് ശ്രീകോവിലിൻ്റെത് മാത്രമാണ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്ലാൻ പ്രകാരമുള്ള ക്ഷേത്ര നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. എന്തായാലും ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ പലയിടങ്ങളിലും ഈ സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി അയോധ്യ പൂർണ്ണ സജ്ജമായി ഈ വിശ്വാസികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ പൂർണ്ണമായി ഒരുങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിന് ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്ന് തന്നെയാണ്. അതുകൂടാതെ ഈ ക്ഷേത്രത്തിന് ചുറ്റും, അതായത് പ്രധാനപ്പെട്ട രാമജന്മഭൂമിയിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹം സ്ഥാപിക്കുന്ന ക്ഷേത്രത്തിന് പുറമെ അതിന്റെ പരിസരത്ത് നിർമ്മിക്കുന്ന മറ്റു ഉപക്ഷേത്രങ്ങളുടെയും എല്ലാം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠ നടത്തരുത് എന്ന് 4 മഠങ്ങളിലെ ശങ്കരാചാര്യന്മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു അന്ന് രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നു രംഗത്തെത്തിയത്. അവർ പറഞ്ഞത് ഇപ്പോൾ
ആചാരപ്രകാരമുള്ള യാതൊരു ലംഘനവും അയോധ്യയിൽ നടക്കുന്നില്ല എന്നാണ്. എന്തായാലും വിശ്വാസ സംബന്ധമായ തർക്കങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയപരമായും വേറെ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രം ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ക്യാമ്പയിനിന് തുടക്കം കുറിക്കുമെന്നത് തന്നെയായിരുന്നു. എന്തായാലും ആ നിലയിൽ തന്നെയാണ് നമുക്ക് ഈ കടന്നു വരുന്ന വഴിയിലെല്ലാം കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ചിത്രങ്ങളോട് കൂടിയ ഫ്ലക്സുകളാണ്. ഓരോ മീറ്റർ പോലും ഇടവിടാതെയാണ് ഇത്തരത്തിൽ ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നൽകുന്നുണ്ട്. ശരി.